PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ചാപ്റ്റർ മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഡെസിമൽ ഫോംസ് അതാണ് നമ്മൾ എടുക്കുന്നത്. ഡെസിമൽ ഫോംസിന്റെ കുറെ ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്. നമ്മൾ ലാസ്റ്റ് സെക്ഷൻ ആണ്, ലാസ്റ്റ് സെറ്റിൽ കേട്ടോ. ലാസ്റ്റ് സെറ്റിലെ കുറച്ച് കണക്കുകൾ ആയി കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ കണക്ക് ഇനി തുടങ്ങാം. രണ്ടാമത്തെ കണക്കിലെ നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ. രണ്ടാമത്തെ പേജ് നമ്പർ 31 കേട്ടോ. ലാസ്റ്റ് പേജിലാണ്. പേജ് നമ്പർ 31ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂസിങ് ദ ആൽജിബ്ര ഉപയോഗിച്ച് നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ കാണിച്ചു തന്നു. അപ്പൊ നമുക്ക് ഏതാണ് ഏറ്റവും അടുത്തടുത്ത് പോകുന്നത് നമ്മൾ കണ്ടു. 1/10, 1/11/100 and 111/1000. ഇത് ഏതാണ് അടുത്തടുത്തടുത്ത് ഇങ്ങനെ അത് 1/9 അടുത്തടുത്ത് പോകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഒരു ജനറൽ പ്രിൻസിപ്പിൾ, ഒരു പൊതു തത്വമാണ് പറയുന്നത്. യൂസിങ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഗോട്ട് എബവ്. നമുക്ക് ഇപ്പൊ ഇത്രയും നേരം ചെയ്തപ്പോൾ നമുക്കൊരു പൊതു തത്വം കിട്ടിയിട്ടുണ്ട്. എന്താന്ന് നോക്കാട്ടോ, നിങ്ങൾക്ക് മനസ്സിലായോ നോക്കാം. ഒരു പൊതു തത്വം കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. എന്തായിരിക്കും പൊതു തത്വം കിട്ടിയത്? Using the general principle got above to single digit number, ഏത് single digit number നെ ആയാലും to find the decimal forms of 2/9, 4/9, 5/9, 7/9, 8/9. 2/9, 4/9, 5/9, 7/9, 8/9. ഇതിന്റെ ഡെസിമൽ ഫോംസ് ഒന്ന് ആദ്യം തന്നെ കാണാം. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്? അതിൽ നമ്മളൊരു പൊതു തത്വത്തിലേക്ക് എത്തണം. അതിന് നമ്മൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തത് വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ പാർട്ടിയിൽ നമ്മൾ ചെയ്തതാണ് 1/9 എന്ന് പറഞ്ഞാൽ ഇനി ആദ്യം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ 1/9 എന്ത് ചെയ്യണം? വീണ്ടും 10/10 കൊണ്ട് ഇൻറ്റു ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? 100/100 കൊണ്ട് ചെയ്യാം. പിന്നെ 1000/1000 കൊണ്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് അറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് കണ്ടുവെക്കണം കേട്ടോ. 1/9 നമ്മൾ തൊട്ട് മുമ്പത്തെ കണക്കിൽ ചെയ്തത് കൊണ്ട് ഇപ്പൊ എക്സാമിനാണ് വന്നെങ്കിൽ ആദ്യം നിങ്ങൾ 1/9 കാണണം. 1/9 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണാം? 1/9 ആദ്യം 10/10 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലെ. പിന്നത്തെ 1/9 100/100 അല്ലെ. പിന്നത്തെ 1000/1000 ഇങ്ങനെ ഇൻറ്റു ചെയ്ത് വരുമ്പോ നമുക്ക് അവസാനം ഒരു ഉത്തരത്തിലേക്ക് കിട്ടിയിരുന്നു. എത്രയാണ് നമുക്ക് കിട്ടിയ ഉത്തരം? നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോക്കി നോക്കിയേ. നമ്മുടെ മുൻപത്തെ കണക്കിൽ നമുക്ക് കിട്ടി 1/9 is equal to എത്രയാണ് കിട്ടിയത്? 0. എത്രയാ വന്നത്? 0. നമുക്ക് 00 നമ്മള് അല്ലെങ്കിൽ അത് ചെയ്ത് നോക്കണം. വേണ്ട ചെയ്യണ്ടല്ലോ, ഇതൊക്കെ കിട്ടിയേക്കുന്ന 111 കിട്ടുന്നല്ലേ. 0.111 ഇങ്ങനെ നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇനി നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുകയാണ്. എന്താണ് വരുന്നത്? 2/9 കാണണം, പിന്നെ 4/9, പിന്നെ 5/9. ഇതിന് ഓരോന്നിന്റെ ദശാംശ രൂപം ഡെസിമൽ ഫോം ആണ് കാണാൻ പറയുന്നത്. അപ്പൊ നമ്മള് ഇത്രയും ചെയ്തത് കൊണ്ട് നമുക്ക് പറയാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 1/9 10/10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. പിന്നെ അപ്പൊ നമുക്ക് ഒരു ഉത്തരം കിട്ടും 0.1 കിട്ടും. പിന്നെ 1/9 100/100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 0.11 കിട്ടും. പിന്നത്തെ 1000/1000 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 0.1111 ഇങ്ങനെ കിട്ടുന്നത്. അങ്ങനെ പോകുന്നത് അല്ലെ. അപ്പൊ ഇപ്പൊ നമുക്കറിയാം 1/9 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തതാ. എത്ര കിട്ടിയത്? 0.111. നോട്ടിലൊന്ന് നോക്കാം, ഒന്ന് മറിച്ച് നോക്കിയേ. അതിന് മുൻപത്തെ കണക്കുകളിൽ നമ്മൾ ചെയ്തതാണ് 1. അപ്പൊ ഇനി നമ്മളോട് കാണാൻ പറയുന്നത് 2/9. 2/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാം? ആദ്യം 10 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 10/10, പിന്നെ 100/100, പിന്നെ 1000. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 1/9 ഇതാണെങ്കിൽ 2/9 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. 2 ഇൻറ്റു 1/9 അല്ലെ. 2 ഇൻറ്റു 1 2/9. അപ്പൊ 2/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 1. നിങ്ങൾ 1/9 വേണമെങ്കിൽ നമുക്ക് ആ ഫോർമുല വെച്ച് ചെയ്യാം. 10/10, 100/100, 1000/1000 ചെയ്യാം. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ 2/9 അപ്പൊ നമുക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യില്ല. 2/9 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/9 ആണ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/9 വില എത്രയാ? 0.11 പോവാണ് അല്ലെ. ഇത് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ സിക്വൽ ടു 111 1 കൊണ്ട് ഇല്ലേ 1 ഇൻറ്റു 2 2 2 2 ഇങ്ങനെ
പോവാണ്. അപ്പൊ 0.222 ഇത്ര കിട്ടി. അടുത്ത എത്ര പറഞ്ഞിരിക്കുന്നത്? 4/9 ആണ്. 4/9 എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എത്രയാണ്? 4 ഇൻറ്റു പിന്നെ 5/9 ആണ്. പിന്നെ ഉള്ളത് 7/9 പിന്നെ 8/9 ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നോക്കാം, 4/9 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1/9 ആണ് അല്ലെ? ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 0.111 ഇങ്ങനെ പോവാണ്. അപ്പൊ ഉത്തരം എത്ര കിട്ടാം? 4 ഇൻറ്റു 1 എത്രയാ? 4. ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, മനക്കണക്ക് പോലെ ചെയ്യാൻ നമുക്ക്. എത്രയാണ്? 0.444 ഡോട്ട്സ് ഇടുക. ഇത് വരുമ്പോ എത്രയാ വരാം? 5/9. 5/9 വരുമ്പോ എത്രയാ വരാം? 5 ഇൻറ്റു 1/9 ഇസ് ഈക്വൽ ടു 5/9 ഇസ് ഈക്വൽ ടു എന്താണ്? 5 ഇൻറ്റു 1/9. അപ്പൊ 5നെയാണ് 1/9. 5നെ നമ്മൾ എത്ര ചെയ്യണം? 1/9 വില എന്ന് പറഞ്ഞാൽ 0.11 അല്ലെ? അപ്പൊ എത്ര കിട്ടുന്നത്? 5 ഇൻറ്റു 1 എത്ര? 5 ആണ്. അപ്പൊ 0.5555 ഇങ്ങനെ പോവാം. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞത് എത്രയാണ്? 7/9 ആണ്. 7/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഇൻറ്റു 1/9 അല്ലെ? 7 ഇൻറ്റു 1/9 എന്ന് പറയുമ്പോ എന്താണ്? 1/9 വില ഇടാം. 7 ഇൻറ്റു 1/9 വില 0.11. അപ്പൊ 1 ഇൻറ്റു 7 0.777 ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കും. ഇനി അടുത്തത് തന്നിട്ടുണ്ട് 8/9. 8/9 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 1/9 ആണ്. അപ്പൊ എത്ര കിട്ടുന്നത്? 8 ഇൻറ്റു 1.9 വില 0.111. ഇവിടെയും അതെ 1 ഇൻറ്റു 8 8 8 അല്ലെ? എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? 1/9 വില നമ്മൾ ആദ്യം കാണണം കേട്ടോ. അത് നമ്മൾ നേരത്തെ കണക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കിട്ടി 0.11. ഇത് ക്വസ്റ്റ്യനിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇത് നിങ്ങൾ ആദ്യം കാണണം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. 0.111 കിട്ടും. അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 2/9 ഉത്തരം കിട്ടി. അതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 4/9 കിട്ടി. അതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 5/9. അതിനെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6/9 വില കിട്ടി. 8/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. use the general principle got about to single digit number to find the decimal form of. നമ്മളോട് ജനറൽ പ്രിൻസിപ്പിൾ വെച്ച് നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ 1/9 കൊണ്ട് ഇൻറ്റു ചെയ്തു നമ്മൾ എല്ലാത്തിനും. പക്ഷെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് നമ്മളോട് ഒരു ഇതുണ്ട്. What can we say in general about the decimal form with a single digit repeating? ഒരു സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തു വരുമ്പോ ഒരു ഒറ്റ സംഖ്യ ആവർത്തിച്ചു വരുമ്പോ അതിനെ what can we say in general about the decimal form? അതിന്റെ ഡെസിമൽ ഫോം എന്തായിരിക്കും? ഒറ്റ സംഖ്യ ആവർത്തിച്ചു വരുമ്പോ അതൊക്കെ 9 അടിയിൽ വരുന്നെങ്കിൽ 2/9 എന്ന് പറഞ്ഞപ്പോ എത്ര ഉത്തരം കിട്ടിയാണെന്നൊക്കെ? 1/9 ഈ 1 ആവർത്തിച്ച് പോകും അല്ലേ? 2/9 എന്ന് പറയുമ്പോ 2 ആവർത്തിച്ച് പോകും. 4/9 എന്ന് 4 ആവർത്തിച്ച് പോകുന്നത്. 5/9 5, 7/9 7, 8/9 ഒറ്റ അക്ക സംഖ്യകൾ 1 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോ ആ സംഖ്യ തന്നെ ആവർത്തിച്ച് പോകും. മനസ്സിലായോ? തിയറി കിട്ടിയോ? ഫോർമുല കിട്ടിയോ? നമ്മളൊരു പ്രിൻസിപ്പിളിലേക്ക് ഒരു തത്വത്തിലേക്ക് എത്തുകയാണ്. എന്താണ്? ഒരു സംഖ്യ ഈ ഡെസിമൽ ഫോം ഇത് തന്നെയാണ് ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഏതുകൊണ്ട് അതിന്റെ ഡിനോമിനേറ്റർ എത്രയായിരിക്കും? എപ്പോഴും ഇങ്ങനെ ഈ 0.222 ഇപ്പൊ 0.333 ആണ്. എന്തായിരിക്കും സംഖ്യ? 0.333 വരെയാണെങ്കിൽ ഏതായിരിക്കും സംഖ്യ? 3/9 ആയിരിക്കും. കാരണം 9 ആവർത്തിച്ച് വന്നാലാണ് ഡിനോമിനേറ്റർ 9 വന്നാലാണ് 9ന്റെ മുകളിലുള്ള സംഖ്യ ഛേദം 9 വന്നാലാണ് അംശം എത്ര വരുള്ളൂ? ആ സംഖ്യ വരുന്നത്. ഇപ്പൊ 2 ആണെങ്കിൽ 2 തന്നെ ആവർത്തിച്ചു പോകും. 3 ആണെങ്കിൽ 3 തന്നെ, 4 ആണെങ്കിൽ 4/9 വരണമെങ്കിൽ 4 ആവർത്തിച്ചു പോകുന്നത്. കണ്ടില്ലേ? അപ്പൊ എഴുതിക്കോ. തിയറി എന്താണ് വരുന്നത്?
ചോദ്യം ഇതാണ്, വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ദ ഡെസിമൽ ഫോംസ് വിത്ത് എ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റിംഗ്. സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഡെസിമൽ ഫോമിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്ന്. ഒരൊറ്റ അക്ക സംഖ്യ ആവർത്തിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തത്വം, അതിന് നമുക്ക് പഠിക്കുന്ന ഒരു ജനറൽ പ്രിൻസിപ്പിൾ, ഒരു പൊതു തത്വം എന്താണെന്ന് എഴുതിയേക്ക്. എന്താണ് അതിന്റെ ആ ചോദ്യത്തിന് തന്നെ എഴുതാട്ടോ. ദ ജനറൽ പ്രിൻസിപ്പിൾ അബൌട്ട് ദ ഡെസിമൽ ഫോം വിത്ത് എ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റിംഗ് വിൽ ബി എത്രയും always the denominator will be always 9 or the multiples of 9. ഇതിന്റെ denominator will be always 9 ആയിരിക്കും, അല്ലെങ്കിൽ multiples of 9 ആണ് വരിക. കിട്ടിയോ? എഴുതാം. എന്താണ് മലയാള മീഡിയക്കാരെ എന്താ എഴുതാ? ഡിനോമിനേറ്റർ ഛേദം. ഛേദം 9 9ന്റെ ഗുണിതങ്ങളോ ആണെങ്കിലാണ് ഈ സംഖ്യ ആവർത്തിച്ച് കൂടും. ഇവിടെ സിംഗിൾ സംഖ്യ ആയതുകൊണ്ട് 8 തന്നെയാണ് ആവർത്തിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് എത്ര കിട്ടി? 9 ആണ്. ഇപ്പൊ നമുക്ക് എന്താണ് വേറെ ഏതെങ്കിലും ഇപ്പൊ 82 അങ്ങനെ പോണെങ്കിൽ നമുക്ക് അത് എത്രയായിരിക്കും? 2 ഡിജിറ്റ്. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾസ് വരുമെന്ന് കിട്ടിയില്ലേ? അപ്പൊ ഇത്രയും നിങ്ങൾ എഴുതാനുള്ള. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ദ ഡെസിമൽ ഫോംസ് in the single digit repeating. ഡെസിമൽ ഫോം ആണ്. ദശാംശ രൂപത്തില് ഒരു അക്കസംഖ്യ ആവർത്തിച്ച് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? എന്താ മനസ്സിലായേ? ഇതിന്റെ ഒക്കെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 9 ആയിരിക്കും എന്ന് കിട്ടിയില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോംസ് 1/11. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ദ ഡെസിമൽ ഫോം വെൻ ദ സിംഗിൾ ഡിജിറ്റ് റിപ്പീറ്റിംഗ് ആണ്. അത് നമുക്ക് കഴിയുക. ഇനി മൂന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11. എങ്ങനെ കാണാം? 1/11 എങ്ങനെ കാണുന്നു നോക്കിയേ. 1/11ന്റെ ഡെസിമൽ നമ്പർ നമ്മൾ കാണണം. എങ്ങനെയാ കാണാൻ പറ്റാ നമുക്ക്? ഈ കണക്കില് നമുക്ക് ഇവിടെ കണക്ക് തുടങ്ങണമെങ്കിൽ എന്താണ്? 1/11 ആണ്. അപ്പൊ നമ്മൾ പഴയ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യണം. എന്താണ് പഴയ രീതിയിൽ? നമ്മുടെ ന്യൂ ഫോംസ് ഇപ്പൊ നമ്മൾ ചെയ്തത് കഴിഞ്ഞ കണക്കുകൾ ചെയ്ത അതേ രീതി. എന്താണ്? 1/11 ഇൻറ്റു 10/10 അത് അല്ലേ? അതിന് ഉത്തരം എത്ര കിട്ടാം? 1/10 മറിച്ചിട്ടുണ്ട്, ഇത് ഇങ്ങോട്ട് ഇട്ടു, ഇൻറ്റു 10/11 ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഹരിച്ചു നോക്കാം. ഞാൻ അവിടെ പറഞ്ഞു, ഇനി നമ്മൾ ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം തന്നെ ഹരിച്ചു നോക്കണം. 10/11 കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത് കേട്ടോ. 11 കൊണ്ട് 10നെ ഹരിക്കണം. ഹരിക്കുമ്പോ എത്ര കിട്ടാം? ഒരു പ്രാവശ്യം അല്ല, ഇവിടെ പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇത് 10നെ ഹരിക്കുമ്പോ പോയിന്റ് ഇട്ട് കൊടുത്തു, അപ്പൊ 0 ആയി. 11ലെ എത്ര പ്രാവശ്യം പോവും? 11 × 9 ആണ് അല്ലെ? 11 × 9 99, ബാക്കി 1 അല്ലെ? പിന്നത്തെ അപ്പൊ ഇവിടെ എത്ര ഉത്തരം കിട്ടുന്നത്? ഫസ്റ്റ് ഉത്തരം 11. ഇവിടെ 11 കൊണ്ട് ഹരിച്ചപ്പോ കിട്ടുന്നത് എത്രയാണ്? 9/1/11 അല്ലെ? അപ്പൊ ഇനി രണ്ടാമത് 100 കൊണ്ട് ഹരിക്കുമ്പോ 100 കൊണ്ട് ഹരിച്ചു നോക്കിക്കേ. 100 കൊണ്ട് ഹരിക്കുമ്പോ ഈ പോയിന്റിന്റെ ആവശ്യമില്ല. അപ്പൊ എത്ര വരെ? 11നെ 100 കൊണ്ട് ഹരിച്ചാൽ 9 പ്രാവശ്യം 99. അപ്പൊ ബാക്കി 1 ഇട്ട് കൊടുത്തു. 1 ഇട്ടില്ലേ? അപ്പൊ ഇനി നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ്? 1 ആണുള്ളൂ, 99 100 ഉള്ളൂ. അപ്പൊ എത്ര കിട്ടുന്നത്? 9/1/11. ഇത് 0.9 ആണ്. ഇവിടെ കിട്ടുന്നത് എന്താണ്? 0.9/11 ആണ്. ഇവിടെ രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഒരക്കം ആകുമ്പോൾ നമ്മൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇവിടെ നമുക്ക് 100 കൊണ്ട് തുടങ്ങിയാൽ മതി കേട്ടോ. കാരണം ഇത് 0.9 കിട്ടുന്നത്, അതുകൊണ്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? 100 കൊണ്ട് ചെയ്താൽ മതി. അപ്പോഴാണ് നമുക്ക് ഡെസിമൽസ് കിട്ടുള്ളൂ. കാരണം ആദ്യത്തെ 0 പോണതാണ് അല്ലേ? 0 അല്ലേ? പിന്നെ രണ്ടാമത്തെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ 100 കൊണ്ട് ചെയ്താൽ മതി. അപ്പോ 100/11 100/11 നമ്മൾ ചെയ്തു. ഉത്തരം എത്ര കിട്ടി?
ഇത് തുടങ്ങി ചെയ്താൽ മതി. കാരണം എന്താണെന്നറിയേ, ഇവിടെ താഴെ രണ്ടക്ക സംഖ്യയാണ്. നേരത്തെ ഒരക്കം വന്നപ്പോഴാണ് 10 കൊണ്ട് ഇൻഡു ചെയ്തു. 1 ഡിജിറ്റ് വന്നാൽ 10 കൊണ്ട്, 100 കൊണ്ട്, 1000 കൊണ്ട്. ഇത് രണ്ടക്കം ആയതുകൊണ്ട് നമുക്ക് 100 കൊണ്ട് ഇൻഡു ചെയ്താൽ മതി. അല്ലെങ്കിൽ 0 വരെ ചെയ്തു നോക്കിയാലും കുഴപ്പമൊന്നുമില്ല, 0 വരുന്നത്. കാര്യം പോണില്ല, പോയിന്റ് തുടങ്ങണ്ട. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തു, ഇതിനെ മാറ്റിയിട്ടു. 100 1/100ഉം 100/11 നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ 1000 ചെയ്ത് നോക്കുമ്പോ എത്ര കിട്ടാം? ഒരു 10 കൂടെ ഇറക്കിയിട്ടു അല്ലേ? 11നെ 100ല് 99 പ്രാവശ്യം ഇറക്കിയിട്ടു. അപ്പൊ നമുക്ക് 10ല് 11 പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താ വരുന്നത്? പോയിന്റ് വരുന്നെങ്കിൽ ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുക്കുമ്പോ എത്ര വരുന്നത്? നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പൊ 99 നമുക്ക് കിട്ടും. 99 കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടാം. നമുക്ക് എപ്പോ എത്രയാണ് കിട്ടുന്നത്? ഇവിടെ 0.09 ആദ്യത്തെ കിട്ടും അല്ലെ? 1/10 കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 0.09 ആണ്. അപ്പൊ ആദ്യം നമുക്ക് ചെയ്യുകയാണെങ്കിൽ 1/11 ഇൻറ്റു 10/10 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരത്തെ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ, നമ്മൾ ഡെസിമൽ ഫോംസ് ചെയ്തു വരുമ്പോ നമുക്ക് ഉത്തരം നമ്മളോട് അല്ലെങ്കിൽ ഹരിച്ച് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പ്രോബ്ലം ചെയ്ത് നമുക്ക് ഹരിച്ചു നോക്കിയാലും മതി. നിങ്ങൾ 11നെ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ചെയ്തോളാനാ പറയുന്നത്. അപ്പൊ 1/11 11നെ 1 കൊണ്ട് ശരിക്കും ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോ ഇവിടെ എത്ര വരുന്നത്? പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു 0 ഇട്ട് കൊടുത്തു. പോവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുത്താൽ ഒരു 0. അപ്പൊ നമുക്ക് 9 ഇട്ട് കൊടുത്തു. 99. എളുപ്പത്തിൽ ചെയ്യാൻ തന്നെ സുഖം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 1 വരും. അപ്പൊ നമുക്ക് പോയിന്റ് ഉള്ള കാരണം ഒരു 0 ഇട്ട് കൊടുക്കാം. പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു 0. അതേ നിലയിൽ തന്നെ ഇടുമ്പോ ഇവിടെ 0 ഇട്ട് കൊടുത്താലേ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് 99. വീണ്ടും 1 അല്ലെ? അപ്പൊ ഈ പോയിന്റ് ഉള്ള കാരണം ഒരു 0 ഇട്ട് കൊടുക്കാം. പക്ഷെ പോവില്ലല്ലോ, ഇത് പോവില്ല. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കാം. വീണ്ടും ഇവിടെ എത്ര കിട്ടി? 99. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മുടെ ചോദ്യം എന്താണ്? ഇവിടെ 1/11ന്റെ ഡെസിമൽ ഫോം എത്രയാണ്? പോയിന്റ് എന്ന് വെച്ചാൽ 0 ആദ്യം ഇട്ട് കൊടുക്കാം. 0.090909 ഇങ്ങനെ പോകും. 090909 ഇങ്ങനെ പോവാണ്. ഇനി പക്ഷെ നമ്മളോട് ചോദിക്കാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 2/11 ആൻഡ് 3/11. രണ്ടെണ്ണം നമ്മളോട് കാണാൻ പറഞ്ഞേക്കാണ്. 2/11 3/11 ഇത് രണ്ടെണ്ണം. നമുക്ക് ഞാൻ പറഞ്ഞു ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹരിച്ച് കാണാം, അല്ലെങ്കിൽ നമ്മുടെ പഴയ രീതി തന്നെ കാണാം കേട്ടോ. 10 കൊണ്ട് ഇൻഡു ചെയ്തു. അപ്പൊ ആദ്യം 0 വരും, പിന്നെ ഇൻഡു ചെയ്തു 9, 100 കൊണ്ട് ഇൻഡു ചെയ്യാം. അങ്ങനെ വരുമ്പോ 0.0909 ഇങ്ങനെ വരുന്നതാണ്. ഇനി ഇവിടെ 2/11 1/11 ആണ്. അപ്പൊ 2 ഇൻറ്റു 1/11 ഇത് നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് പോലെ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിൽ 2 ഇൻറ്റു 1/11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/11 ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ഇൻറ്റു എന്താ ചെയ്യാം? 0.090909 ഇങ്ങനെ ചെയ്യണം. ഇത് രണ്ടെണ്ണം വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇൻറ്റു ചെയ്യേണ്ടതാണ് കേട്ടോ. ഇൻറ്റു ചെയ്യുമ്പോ തെറ്റരുത് കേട്ടോ. പോയിന്റ് ഉള്ളത് തെറ്റരുത്. നിങ്ങൾ പോയിന്റ് അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇൻറ്റു ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു 0.909നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. തെറ്റിക്കാണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഴുതി നോക്കാം. അതിന്റെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോ 9 ഇൻറ്റു 2 എത്രയാണ് കിട്ടുന്നത്? 9 ഇൻറ്റു 2 എത്ര കിട്ടി? 18. അപ്പൊ 2 ഇൻറ്റു 0 എത്രയാ? 0 ആണ്. അപ്പൊ ഇവിടെ ബാക്കി 18ന്റെ ഒന്നില്ലേ? അതുകൊണ്ട് നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇവിടെ 9 ഇൻറ്റു 2 എത്രയാ? 18. 2 ഇൻറ്റു 0 0 ആണ്. അപ്പൊ ഈ 1 ഇട്ട് കൊടുത്തു. കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ സംഖ്യ എത്ര വരാന്നിട്ട് ഈ 4 പോയിന്റ് ഇട്ട് കൊടുത്തോക്കെ 1 2 3 4. അപ്പൊ നമ്മുടെ സംഖ്യ എത്ര വരുന്നത്? ഫിസിക്കൽ ടു 2 ഇൻറ്റു 0.00 വരുമ്പോ 0.1818 പിന്നെ 18 ഇങ്ങനെ പോകും. അതേപോലെ തന്നെയാണ് മൂന്നാമത്തെ വരുന്നത് 3 ഇൻറ്റു 1/11. ഇതിന്
നമ്മൾ എന്ത് ചെയ്യണം? 3 ഇൻറ്റു 1/11 വില ഇങ്ങനെ പോവാണ്, ഡോട്ട്സ് ഇട്ട് കൊടുക്കാണ്. ഇവിടെ നിങ്ങൾ 0.9 0.9നെ 3 കൊണ്ട് ഒന്ന് ഇൻറ്റു ചെയ്യാം. ഈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 3 27 അല്ലേ? അപ്പൊ 2 ഇവിടെ ബാലൻസ് ഉണ്ട്. 3 ഇൻറ്റു 0 0 ആണ്. അപ്പൊ നമ്മൾ 2 27. അതുപോലെ തന്നെ 3 ഇൻറ്റു 9 27. ബാക്കി ബാലൻസ് 2 ഇട്ട് കൊടുത്തു. 3 ഇൻറ്റു 0 0 ആണ്. then 2. അപ്പോ 4 പോയിന്റ് 4 പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 0.27272727 ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഈ കണക്ക് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 2/11 ഡെസിമൽ ഫോം നമ്മൾ കിട്ടി. 3/11 ഡെസിമൽ ഫോംസ് നമുക്ക് കിട്ടി. ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി അതിലുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത സെഷനിൽ നമുക്ക് എടുക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനിക്കാൻ ഇത് തന്നെ ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത കണക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ.